ചണം. ഓ മൈ ഗോഡ്. പോത്ത് ഗൈസ്, പക്ഷെ തിന്നാളെ യോഗം എനിക്കില്ല. ആക്ച്വലി ഇവിടെ ഫുള്ള് താമരയായിരുന്നു കേട്ടോ. ഞാൻ ഈ താമര നിറഞ്ഞിരിക്കുന്ന പ്രതീക്ഷ വന്നു, പക്ഷെ മൊത്തം പായലായിപ്പോയി. ഈ വഴിയിലൂടെ വരുമ്പോൾ മിക്കപ്പോഴും ചേരയും പാമ്പും ഉണ്ടാകാറുണ്ട്. ഫുൾ കാടായി. ഓ മൈ ഗോഡ്. എനിക്കൊന്ന് അച്ഛൻ മറ്റേ പറമ്പ് ഫോക്കസ് ചെയ്തപ്പോഴത്തേക്കും ഈ പറമ്പ് ഫുള്ള് കാടായി. ഞാൻ പോണ സമയത്ത് ഇത് ഫുള്ള് ഓരോരോ സാധനങ്ങൾ നട്ട് വെച്ചേക്കാൻ കേട്ടോ. ഫുള്ള് കാടായല്ലോ, വെരി ഡാർക്ക്. ഈ ഇല എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ സാധനം ഇത് വഷ്ണല എന്ന് പറയും. നമ്മൾ വീട്ടിൽ ചക്കയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. നല്ലൊരു മണം കേട്ടോ. കുറച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിക്കേണ്ടി ഞാൻ. ഇന്നിപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ കൺഫ്യൂസ്ഡ് ആവുന്നൊരു മരമായിരുന്നു ഒതളങ്ങയുടെ മരം. ഞാൻ കാണിച്ചുതരാം ഈ സാധനം. ഇത് ഞാൻ വെറുതെ തൊടണില്ല. ഇത് വലിയ മരമാവും. എന്നിട്ട് നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങ പോലത്തെ കായ ഉണ്ടാവുക. എന്നിട്ട് അത് ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും നല്ല കോമൺ ആയിട്ട് സൂയിസൈഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കാരണം ഭയങ്കര വിഷമാണ്, കഴിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് പറയുന്നത്. എങ്ങനെ ടേസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ കുറേ മാവുണ്ട്. നമ്മുടെ ഈ ഒരു പറമ്പിൽ തന്നെ കുറേ മൂട് മാവുമുണ്ട്, പ്ലസ് ഈ സാധനമുണ്ട്. മാങ്ങ പറിക്കണ മാങ്ങയല്ല, താഴെ കിടന്നിട്ട് ഇങ്ങനെ പെറുക്കി തിന്നണ പരിപാടി ഒന്നും നടക്കില്ലായിരുന്നു. ചെത്തുപോന്ന് പിടിച്ചിട്ട് ചൂടാർക്ക്. ഇവിടെ അച്ഛൻ ഗേറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ടല്ലോ അഞ്ജലിയിൽ. ഒരുമാതിരി മറ്റേ പ്രേതപ്പടത്തിനുള്ളിൽ അതുപോലെയൊക്കെ ഉണ്ട്. അച്ഛനിവിടെ ഉണ്ടാവുന്ന വെച്ചാൽ പൂമ്പറ്റ ദേമേ പാമ്പിനാണ് നായർ കൃഷ്ണ. ഇവിടെ സ്ഥിരം മാങ്ങ പറിക്കണം. അമ്മേ ഇവിടെ പയറൊക്കെയാണ് കേട്ടോ. അയ്യോ, ഇവിടെ ഒരു നാരക ഉണ്ടായിരുന്നല്ലോ. കുറേ നാരങ്ങയായിട്ടൊരു നാരകയായിരുന്നു. ഇതിപ്പോൾ എന്താ കാടായി കിടക്കണേ. എന്താല്ലേ, ഒരു പണിയെടുക്കാതെ വന്നിട്ട് വീട്ടുകാർ പണിയെടുക്കാതെ ഒരു കുറ്റം പറയണം. ഇതാണ് ഞങ്ങളുടെ ഒരു കുളം, സ്ഥിരം മീൻ പിടിക്കുന്ന കുളം. ഇവിടെ ഫുൾ ഓഫ് പൊനംസാണ് ഗൈസ്. ഞാൻ നാടോട്ടെ, അതായിരിക്കും എനിക്ക് നല്ലത്. ഇവിടെ മുക്കിന് പൈനാപ്പിളിൻ്റെ ചെടിയാണ്. നമ്മൾ കൂടുതലും ഇങ്ങനെ വേലിയുടെ സ്ഥലത്ത് വെക്കാനായിട്ട് എല്ലാം കൊണ്ട് സെറ്റാണ്. പക്ഷെ ഞാൻ അവിടെ നിന്ന് തണുപ്പിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒന്നിനും സീസണില്ല ഗൈസ്. ഞാൻ പെട്ടു. ഒക്കെ ഇങ്ങനെ പൂത്ത് കായ്ച്ച് നിൽക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഞാൻ പോണ സമയത്ത് പറിക്കാനാവും. ഭാഗ്യം വേണം കൂട്ടുകാരെ, ഭാഗ്യം വേണം. നമ്മുടെ വീടിൻ്റെ മണ്ടഭാഗം ഫുള്ള് ബോഗൻവില്ല കേട്ടോ. അത് കാരണം ഈ വഴി നോക്കിയത് ഫുള്ളിങ്ങനെ ബോഗൻവില്ല. നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ്. അതുപോലെ ഈ കണ്ടം ഫുൾ ആമ്പൽ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഞാൻ വന്നത്. പക്ഷെ ഇപ്പം നോക്കുക ഈ സംഭവം. ഇതിൻ്റെ പേരെന്താ? ലാവൻഡർ ചെടി നശിപ്പിച്ചു. ഡോറക്കുട്ടി രണ്ടെണ്ണം നിൽക്കുന്നു. സെറ്റ് ലൈഫ്. ഇതുവരെ ഞാനായിട്ട് സെറ്റായിട്ടില്ല. ഹായ് കുഞ്ഞീസ്. കണ്ടോ, ഇവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വന്നതിന് ശേഷം കാണുന്നത്. പിന്നെ ഇവർ കൂട്ടിലിട്ടേക്കുന്നത്. അപ്പോൾ ഇവർ ഞാനായിട്ട് ഒട്ടും കമ്പനിയല്ല, കംഫർട്ടബിളേ അല്ല. ഹലോ കുഞ്ഞീസ്, ഹലോ. കടി കിട്ടായിരുന്ന കൊള്ളാൻ പായ. അതോ ഭയങ്കര പേടിയാ. ഡോറ ചാർലി. എന്താല്ലേ സെറ്റപ്പ് വീട്, ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഹലോ. പിന്നെ ഇത് അച്ഛനെ തൊടി കിട്ടിയിട്ടുള്ള മീൻ കൃഷി. കടിക്കാറില്ല. എന്ത് ടൈപ്പ് മീനിനകത്തുള്ളതെന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് കുറച്ച് മീനുണ്ട്. വെള്ളം മാറ്റാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ല കാണാനല്ലോ. പാവം വരാല്ലേ. കാശിലിട്ടിട്ട് എത്ര നാളായി? 8 മാസം 9 മാസമൊക്കെ ആവും കാച്ചിൽ. ഇത് സാമ്പാർ ഇരയല്ലയോ അച്ഛാ നട്ടാ? മതി, എനിക്ക് മാത്രം കഴിക്കാൻ മതിയല്ല. അല്ല, എനിക്ക് കഴിക്കാനുള്ളത് മതിയല്ല. ചതുരപ്പയർ
അരുണാചലി എന്ന് വെച്ചാൽ പണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുതിന അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം മാറ്റി ചതുരപ്പേർ മാറ്റിയിട്ട് കപ്പ് മേലെ പാടണം. UK ഹെൽത്ത് ചെയ്യാൻ ചത്ത ബ്രെഡ് കഴിച്ചിട്ട് ഇവിടുത്തെ മധുരമുള്ള ബ്രെഡ് കഴിക്കുമ്പോൾ ഒരു സുഖം. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുമ്പളപ്പം അയ്യോ എനിക്ക് ഇറങ്ങാൻ പേടിയാ. ഡോറക്കുട്ടിയുടെ കൂടെ ടാറ്റ പോണേ. ഡോറക്കുട്ടി ടാറ്റ പോവാം. ഡോറക്കുട്ടി ഹലോ ഡോറക്കുട്ടി. അയ്യോ വിളിച്ചു. ഇതൊന്നും വേണ്ട അച്ഛാ. പൂവിട്ട മോഹം ചക്കയുമായി പറിക്കാൻ പറ്റും. ഇവിടെ അച്ഛൻ വന്നോളൂ. എനിക്ക് പറ്റിയ കടയാണ്. ഞാൻ തന്നു വിട്ടു. എത്ര മൂട് ചെയ്യാൻ പാടോ അച്ഛാ മൊത്തം? ഒരാത്തക്ക ഉണ്ട്. ഒരാത്തക്ക നമുക്ക് കിട്ടൂല. നമുക്ക് ചക്ക എന്നും ഒരു സ്വപ്നം. മരം കയറിയായ അച്ഛൻ. റിസ്ക് എടുക്കല്ലേ, മറിഞ്ഞ വീടല്ലേ. ശൈലത്തിൻ്റെയോ? ആ കമ്പ് ഒടിഞ്ഞു വീഴുവോ? ആ കമ്പ് ഒടിഞ്ഞു വീഴുവോ? അരിവാളം എന്തെങ്കിലും അങ്ങോട്ട് കെട്ടി മണ്ടക്കോട്ട് കയറ്റണോ? അത് മാത്രം ചോദിക്കരുത്. കാശ് തരാം. അയ്യോ അച്ഛാ മനസ്സിലായി. ഇത് ഒരുപാട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഞാൻ കൈ പിടിക്കാം കുറച്ച്. അല്ലേ? എന്നെ ഇവിടെ ആർക്കും അറിയത്തില്ല. ഡോറക്കുട്ടിയാടോ ഡോറക്കുട്ടി. കൊന്നോ?
ചാർലി എന്ത് വാങ്ങിച്ചേ? എന്ത് വാങ്ങിച്ചേ? എന്ത് വാങ്ങിച്ചേ? എന്റെ ദൈവമേ, ഫുള്ള് പാവ കോഴി ശവഞ്ഞത് കരി. ചാർലി ആ ഭയങ്കര കഷ്ടം. കോഴീനെ ഇതൊക്കെ കണ്ട ഇവിടെ വന്നേ. ആരാ കോഴിയെ പിടിച്ചേ? ആരാ കോഴിയെ പിടിച്ചേ? അവിടെ ഇരിക്കും. ചാർലി കോഴിയെ പിടിക്കൂ. നീ പിടിക്കോ കോഴിയെ? ഇങ്ങനെ വന്നേ. എന്തോ ഇത്? എന്തോ ഇത്? കോഴിയെ പിടിച്ച എന്തിനാ? എന്തിനാ കോഴിയെ പിടിച്ചേ? എന്തിനാ കാണിച്ചേ? എന്തിനാ കാണിച്ചേ? ഓ അതിനൊരു സുഖം കിട്ടാൻ വേണ്ടിട്ട് കണ്ണടക്കി. പിടിക്കോ നീ? പിടിക്കോ കോഴി? പിടിക്കോ നീ? ഡാഡി അടി കൊടുത്തതിനാണ് സ്നേഹം. എന്താ എന്റെ പ്രശ്നം? ഞാൻ തരില്ല. എനിക്ക് അമ്മ എന്നോ തരില്ല. പോയിട്ട് തരില്ല. ഫുഡ് സമാധാനമായി തിന്നാൻ സമ്മതിക്കാതെ തേണ്ടി. അമ്മേ പൊക്കെ കഴിഞ്ഞു. കോൺട്രാസ്റ്റ് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒരു കൊളാബറേഷൻ റീലിൻ്റെ ഷൂട്ടാണ് കേട്ടോ കാണുന്നത്. കിട്ടിയ ഒരു വിഷമത്തിൽ കിടക്കുക. ചാർലിക്കുട്ടാ പിണങ്ങിയിരിക്കുകയാണോ രണ്ടുപേരോ? ഓഫ് ഡാർക്ക് നഷ്ട സ്വപ്നങ്ങളി. ധീരത നമുക്കിതാക്കാം. ബാ ബാ ഇവിടെ ഇരിക്കട്ടെ. എൻ്റെ കയ്യിലിരിക്കണേ. ചിഞ്ചു ഒരു കയ്യിൽ വെച്ചാടി വാടി ചിഞ്ചു. രണ്ടുപേരല്ലേ നീ കഥ അടച്ചിട്ട് വന്നിട്ട് പോ. ഓ ക്യാച്ച്. ഇവിടെ ഇരിക്ക. കയ്യിൽ വെച്ചാ കയ്യിൽ വെച്ച. അയ്യോ ഒരാളുണ്ട്. വേണ്ട നീ ഉണ്ടല്ലോ. എത്രണ്ട്? രണ്ടുപേരുണ്ട്. ഒരാളെ ഇവിടെ വെക്കുക. ഫ്രണ്ടി അടങ്ങിയിരിക്കാൻ നോക്കല്ലോ. താടി വേണ്ട. അമ്മ വിഷമല്ലേ? ഒരാളുണ്ട്. ഒരാളത്താ മറ്റേ ഒരാളുണ്ട്. ഒന്നിന്റെ മൂന്നാല് കൊണ്ടുപടി. കുഞ്ഞു കൊടുക്കട്ടായോ? കുഞ്ഞിന് കൊടുക്കട്ടെ.
ഇവർക്ക് ഫുഡ് അമ്മേനെ കണ്ട ഇവരെ ഞാനെന്നാലും മടി പറക്കി ഇട്ടു മടിക്ക് ഇവർക്ക് ഇതൊക്കെ കണ്ടാ അറിയാമോ? കുറവാണല്ലോ. ഇപ്പൊ അത് മതി, കുഞ്ഞല്ലേ ഇച്ചിരി കുടിക്കത്തുള്ളൂ. വീടല്ലേ പിള്ളേരും നോക്കി കയറുന്നത്. ആ പട്ടീനെ ഓർഡറാ പട്ടീന്നൊക്കെ പറയാം. കുഞ്ഞുങ്ങളെ ധീരത അമ്മ കുറച്ച് പാല് കൊടുക്കുമ്പോ ഇത്ര മതിയോ? ഈ പാല് ലാക്ടോസ് ഇൻടോളറൻസ് എന്നൊക്കെ പറയണ പാൽ തേക്കത്തെന്ന് പറയണ്ടല്ലോ. എന്റെ എന്തിനാ കൊടുക്കണേ? തൈര് കൊടുക്കാം. പാല് നല്ലതല്ല കൊടുക്കുന്നത് പട്ടിക്ക്. കൊടുക്കരുന്ന ദഹനത്തിന് പ്രശ്നമാണെന്ന് പറയുന്നത്. കൊടുത്തോ? എല്ലാരും കിട്ടിയോ? കൈ കിട്ടാത്ത കൈ വെക്കൂ. വന്യമൃഗ ഇതായി മാറിയിരിക്കും. അമ്പലത്തിൽ തൊഴുന്നുണ്ടോ? ഇവിടെ നക്കി തുടക്കൂ ഗൈസ്. നക്കി വൃത്തിയാക്കൂ. നക്കത്തില്ല കുഞ്ഞാ. ജാറക്കുട്ടി ഇവിടെ നക്കി വൃത്തിയാക്കൂ. നടന്നാ മതിയല്ലോ, മൂത്ത് കളകി. ഇവിടെ വന്നേ ജാറക്കുട്ടി. അമ്മ ജാറക്കുട്ടി ചാർലി പോയി. എനിക്ക് പാക്കാൻ മടിയാവും. പഠിക്കണമല്ലോ. ധാരാളം പറഞ്ഞാൽ ഔഷധമുള്ള സാധനം, ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് കഴിക്കും. ഹോട്ടലിൽ മീന് തിരിഞ്ഞില്ല നീ. ഞാൻ വല്ല ടോർച്ച് അടിച്ചു തരാം.